ഇന്നിവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ച വിഷയം കൃണ്വന്തോ വിശ്വമാര്യം എന്നാണ്. കൃണ്ണതോ അല്ല, കൃണ്ണന്തോ വിശ്വമാര്യം എന്ന് പറഞ്ഞാൽ ആര്യം ആര്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നാണ്. കൃണ്ണന്തോ വിശ്വം ആര്യം എന്ന് പറഞ്ഞാൽ ഈ വിശ്വത്തെ, ഈ ലോകത്തെ നമ്മളുടെ കർമ്മങ്ങളിലൂടെ ശ്രേഷ്ഠമാക്കി തീർക്കൂ എന്നുള്ള ഋഗ്വേദ ഋഷിയുടെ ഉപദേശമാണ് ആ വാക്യം. കൃണ്ണന്തോ വിശ്വം ആര്യം. അതേ വാക്യം തന്നെ നമുക്ക് അഥർവവേദത്തിലും കാണാൻ സാധിക്കും. നമ്മളൊക്കെ ജനിച്ചു വീഴുമ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി വന്നവരാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതൊന്നും അറിയാറില്ല എന്നുള്ളതാണ്. ആഹാരനിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർനരാണാം ധർമ്മോഹിതേഷോ അധികോ വിശേഷോ ധർമ്മേണ ഹീന പശുഭി സമാന എന്ന സ്മൃതി വാക്യമുണ്ട്. അതായത് ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ഇവയെല്ലാം മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും വൃക്ഷലതാദികൾക്കും കൂടി ഉണ്ടെന്നാണ്. എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മനുഷ്യന് വളരെ വിശേഷമായിട്ട് കിട്ടിയിരിക്കുന്ന ഒന്ന് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മബുദ്ധിയാണ്. ഇന്ന് നമ്മൾ ധർമ്മത്തെപ്പറ്റി പറയാറുണ്ട്, ധാരാളം ആൾക്കാർ പറയാറുണ്ട്. ധർമ്മം വേണം, ധർമ്മം ആചരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ലോകത്തെ ഏതൊന്നാണോ, ഏതൊരു മൂല്യങ്ങളാണോ നിലനിർത്തുന്നത് അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മോ ധാരയതേ പ്രജാഹ. ഈ പ്രജകളെ മുഴുവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ഘടകം എന്താണോ അതാണ് ധർമ്മം. അത് ചുരുക്കി പറഞ്ഞാലുള്ള അർത്ഥമാണ്. അതിന് വിശേഷമായിട്ട് പറഞ്ഞാൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്ന ധർമ്മം ഉണ്ട്. ഒരു കുടുംബത്തിനൊരു ധർമ്മമുണ്ട്, ഒരു വ്യക്തിക്കൊരു ധർമ്മമുണ്ട്. അതുപോലെ കുടുംബത്തിൽ തന്നെ ഓരോ അംഗങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. അച്ഛൻ ഒരു ധർമ്മമുണ്ട്, അമ്മയ്ക്കൊരു ധർമ്മമുണ്ട്, മക്കൾക്ക് ഒരു ധർമ്മമുണ്ട്. അതുപോലെ തന്നെ ദേശത്തിനൊരു ധർമ്മമുണ്ട്, രാഷ്ട്രത്തിനൊരു ധർമ്മമുണ്ട്, ഈ ലോകത്തിനൊട്ടാകെ ഒരു ധർമ്മമുണ്ട്. അങ്ങനെ ധർമ്മത്തെ നമ്മൾ വിശേഷിപ്പിക്കുകയാണെങ്കിൽ, അതിനെ വിശദീകരിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. എന്നാൽ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനെയാണ് മനുഷ്യനെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവൻ മൃഗമാണ്. പശുവി സമാന എന്നാണ് പറഞ്ഞത്. അവൻ പശുവിന് സമാനമാണ്. പശു എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന പശുവല്ല, മൃഗത്തിന് സമാനം. പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ്. മൃഗത്തിന് സമാനമായിട്ട് ഉള്ളവരെയാണ് അങ്ങനെ കരുതുന്നത്. ആഹാരം, ചില ആഹാരത്തിൻ്റെ മുമ്പിൽ ഉണ്ടാവും, ആഹാരം കഴിച്ചിട്ട് അവർ പോകുന്ന കാണാം. പലപ്പോഴും സത്രങ്ങളിലും ഭാഗവത സത്രങ്ങളിലും ഭാഗവത പ്രഭാഷണങ്ങളിലും ഒക്കെ സമയം, ആ ആഹാര സമയത്ത് ആൾക്കാർ ധാരാളം ഉണ്ടാകും, ഭക്ഷണം കഴിക്കും, പോകും. ഇത് നമ്മൾ കാണാറുണ്ട്. ഇവിടെ എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ അവരുടെ ചിന്ത അത് മാത്രമാണ്. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. അതിനപ്പുറം ഒരു ചിന്ത അവർക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. വി ആർ കൃഷ്ണയ്യർ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഓരോ തൊട്ടിൽ കാണുമ്പോഴും ഒരു ചോദ്യമുണ്ട്. ഓരോ തൊട്ടിൽ കാണുമ്പോഴും ഒരു ചോദ്യമുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ എവിടെ നിന്ന് വന്നു. ഓരോ ശവമഞ്ചം കാണുമ്പോഴും ഒരു ചോദ്യമുണ്ട്, ഞാൻ എങ്ങോട്ട് പോകുന്നുവെന്ന്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയവരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ.
അവരാണ് നമ്മളോട് പറഞ്ഞത് കൃണ്ണന്തോ വിശ്വം മാര്യം, നിന്റെ കർമ്മങ്ങളിലൂടെ ഈ ലോകത്തെ ശ്രേഷ്ഠമാക്കി തീർക്കൂ എന്നുള്ളതാണ്. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ വിചാരങ്ങളാണ്, നമ്മുടെ മനസ്സിലെ വിചാരങ്ങളാണ് കർമ്മങ്ങളായിട്ട് രൂപപ്പെടുന്നത്. നല്ല ചിന്തകളാണ് നല്ല കർമ്മങ്ങൾക്ക് ആധാരമായിട്ട് നിലകൊള്ളുന്നത്. അപ്പം നല്ല ചിന്തകൾ നമ്മളുടെ ഉള്ളിലേക്ക് പോയാലേ നല്ല കർമ്മങ്ങൾ ഉണ്ടാവുള്ളൂ, നല്ല വാക്കുകൾ, നല്ല കർമ്മങ്ങൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ തന്നെ നമുക്ക് സ്വർഗമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് പഠിപ്പിച്ചവരാണ് ഋഷീശ്വരന്മാർ. നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും സൃഷ്ടിക്കുന്നത് നാം തന്നെയാണ്, നമ്മുടെ മനസ്സുകളാണ്. നമ്മുടെ മനസ്സ് നന്നായിരുന്നാൽ അത് സ്വർഗതുല്യമായിരിക്കും, മനസ്സ് ചീത്തയായാൽ അത് നരകതുല്യമായിരിക്കും. ബുദ്ധനോട് ഒരു ഭക്തനായ ഒരാൾ ചോദിച്ചു, അങ്ങ് മരിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്? സ്വർഗത്തിലേക്കാണോ പോകുന്നത്? ബുദ്ധൻ പറഞ്ഞു, ഞാൻ മരിച്ചാൽ സ്വർഗത്തിലേക്കല്ല പോകുന്നത്, ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് സ്വർഗം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ സ്വർഗമാണ്. നമ്മളൊക്കെ എവിടെ ഇരിക്കുന്നുവോ അവിടെ സ്വർഗമാക്കി തീർക്കുവാൻ കഴിയുന്ന മാനസിക അവസ്ഥ സംജാതമാകുമ്പോൾ മാത്രമേ നമ്മളുടെ മനസ്സ് ധാർമ്മിക ബുദ്ധിയുള്ള മനസ്സാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ധാർമ്മികന്മാരായ മനുഷ്യരെ കൊണ്ടാണ് ഈ ലോകത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത്. ഇന്ന് നമുക്ക് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നോക്കുമ്പോൾ ഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ അക്കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഈ പ്രദേശം, ഈ മലബാർ ഒരു ഭ്രാന്താലയം എന്ന് അദ്ദേഹം വിളിച്ചിരുന്നു. മലബാർ ഒരു ഭ്രാന്താലയം അന്നത്തെ കാലത്ത് വിളിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ഇന്നത്തെ കാലമാണെന്നാണ്. ഭ്രാന്താലയം അന്ന് അക്കാലഘട്ടങ്ങളിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാണ്, കുറച്ചൊക്കെ ഉച്ചനീചത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിനേക്കാളും ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിന്റെ ലോകം, രാസലഹരിയുടെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം കേരളത്തിലെ സ്ഥിതി പറയുകയാണെങ്കിൽ 2000-ന് മുകളിൽ വിദ്യാലയങ്ങൾക്ക് ചുറ്റും ലഹരി മാഫിയ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അതിൽ കൂടുതലായിരിക്കാം. നമ്മുടെ കുട്ടികളുടെ മനസ്സ് മാറ്റുവാൻ എന്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ രാസലഹരി, ഇങ്ങനെയുള്ള മദ്യം വിഷമായ, പണ്ട് നാരായണ ഗുരുദേവൻ പറഞ്ഞിരുന്നു, മദ്യം വിഷമാണ്, അത് ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞു അക്കാലഘട്ടങ്ങളിൽ. പക്ഷെ അതിനേക്കാളെല്ലാം മാരകം ഇന്ന് മദ്യം ഒരു പ്രശ്നമല്ല, എന്നാൽ അതിനേക്കാളും മാരകമായ വിഷങ്ങളാണ് ഇഞ്ചിഞ്ചായിട്ട് മനുഷ്യനെ കൊല്ലുന്ന രാസലഹരിയുടെ ലോകത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹം. ചെറിയ കുട്ടികളടക്കം, 5-ലും 6-ലും പഠിക്കുന്ന കുട്ടികളടക്കം ഇന്ന് രാസലഹരിയുടെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് 14 വയസ്സുള്ള കുട്ടി തൻ്റെ അനുജത്തിക്ക് രാസലഹരി കൊടുത്തു. MDMA ആണ്. ഇത് 1-2 കേസല്ല കേട്ടോ, 1000 കേസുകളാണ്. അങ്ങനെ ഉപയോഗിച്ചാൽ അവന് അച്ഛനുണ്ടോ, അവന് അമ്മയുണ്ടോ, അവന് സഹോദരിയുണ്ടോ, അവന് സഹോദരനുണ്ടോ? ആരെയും അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവൻ്റെ കണ്ണുകൾക്ക് മനുഷ്യനെ കാണാൻ സാധിക്കുന്നില്ല. മനുഷ്യത്വം മരവിച്ചു പോയ ഒരു കൂട്ടം ജന്തുക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തീവ്രമായ ഒരു അവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഈ മാതാപിതാക്കന്മാർ എത്ര കഷ്ടപ്പെട്ട് മക്കളെ വിദ്യാഭ്യാസം ചെയ്യിച്ച് വളർത്തി വലുതാക്കി അവരൊക്കെ ഒരു നിലയിലെത്തി, അവർക്ക് കുടുംബത്തിനും അല്ലെ ദേശത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ മുതൽക്കൂട്ടാകുമെന്ന് സങ്കല്പിച്ച മാതാപിതാക്കന്മാരുടെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് ഇന്ന് മുന്നേറുന്ന ഒരു സമൂഹമാണ്. ഇന്ന് മക്കൾ സ്കൂളിലോ അല്ലെ സർവകലാശാലകളിലോ വിദ്യാലയങ്ങളിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അച്ഛനമ്മമാർക്ക് പേടിയാ.
കാരണം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഇവൻ്റെ തല കണ്ടിക്കുവോ, കഴുത്തിന് പിടിക്കുവോ, അല്ലെങ്കിൽ ഇവനെന്നെ കൊല്ലുമോ, ഇവനെന്താ ചെയ്യുന്നതെന്നറിയില്ല. ഇവൻ ഏത് ലഹരി ഉപയോഗിച്ചിട്ടാണ് വരുന്നതെന്നറിയില്ല. ഇവന് മാതാവുമില്ല, പിതാവുമില്ല, സഹോദരനുമില്ല, സഹോദരിയുമില്ല, ആരുമില്ല. അങ്ങനെയുള്ള മൃഗത്തെക്കാൾ കഷ്ടമുള്ള പൈശാചികമായ ജന്മങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. സ്വാമി വിവേകാനന്ദൻ പണ്ട് സ്വാതന്ത്ര്യ അന്നത്തെ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് വിചാരിച്ചാൽ ഈ ഇന്ത്യക്ക്, ഭാരതത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാൻ സാധിക്കില്ലേ ചോദിച്ചു. കാരണം അത്രയും വാഗ്മിയായിരുന്നു അദ്ദേഹം, പണ്ഡിതനായിരുന്നു അദ്ദേഹം, ഹൃദയമുള്ളവനായിരുന്നു അദ്ദേഹം, മനുഷ്യരെ മനസ്സിലാക്കുവാൻ കഴിവുള്ളവനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു, ശരി തന്നെയാണ്, പക്ഷേ ഈ സ്വാതന്ത്ര്യം ഞാൻ മേടിച്ചു കൊടുത്താൽ ആ സ്വാതന്ത്ര്യത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിവില്ലാത്ത മനുഷ്യരുടെ കൈകളിലേക്കാണ് ഞാൻ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നതെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് പിന്നെ ഒരു വിലയും ഉണ്ടാകില്ല. സത്യമാണ്. സ്വാതന്ത്ര്യം ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെങ്കിൽ സംസ്കൃത ചിത്തന്മാരായ ആൾക്കാരുടെ കൈകളിൽ മാത്രമാണ് അത് സുരക്ഷിതമായി തീരുന്നത്. സംസ്കാരമില്ലാത്തവന്റെ കൈകളിൽ ഈ സ്വാതന്ത്ര്യം എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? വിവാഹിതരായ സ്ത്രീകൾ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് നടക്കുന്ന കണ്ടു നടുറോഡിൽ. ഈ താലിയൊക്കെ കെട്ട് ബന്ധനമാണെന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട്, എനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ താലി എനിക്കൊരു ബന്ധനമാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് ചില സ്ത്രീകൾ പറയുന്നു വിവാഹമേ വേണ്ട എന്ന്. അങ്ങനെ പറയുന്ന സ്ത്രീകളുണ്ട്. കാരണം ലിവിങ് ടുഗദർ മതി. ചിലർ പറയും ലിവിങ് അപ്പാർട്ട് ടുഗദർ മതി. കാരണം കൂടുതൽ അടുക്കണ്ട, അപ്പോഴും പ്രശ്നമാണ്. കൂടുതൽ അടുത്താലും പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് മാറി നിന്നിട്ട് ഉള്ള സ്നേഹമൊക്കെ മതി. പിന്നെ സ്നേഹമോ, ഈ സ്നേഹത്തിൽ പോലും വിഷം കലരുകയാണെന്ന്. കാമുകൻ കാമുകിയെ വിളിക്കുന്നു, കഷായത്തിൽ വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. പശുവിനെ നമ്മൾ, കറവയുള്ള പശുക്കളെ നമ്മൾ സ്നേഹിക്കാറുണ്ട്. ഈ കറവ, അതിനെ നമ്മൾ ചിലപ്പോൾ മോളെ പൊന്നെ എന്നൊക്കെ വിളിച്ചിട്ട് അതിനെ തടവുകയും അതിനെ പുല്ല് കൊടുക്കുകയും അതിനെ സ്നേഹിക്കുകയും അതിനെ എന്തെല്ലാം വേണമോ അതെല്ലാം കൊടുക്കുന്ന കാണിക്കാം. അത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിൻ്റെ കറവ എപ്പോഴാണോ പറ്റുന്നത് അപ്പം കശാപ്പുശാലയിലായിരിക്കും. ഇതുപോലെയാണ് ഇന്ന് മാതാപിതാക്കന്മാരെ പോലും മക്കൾ കാണുന്നത്. യൂസ് ആൻഡ് ത്രോ ഇറ്റ് എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ അതിവിശേഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണെന്ന്. യൂസ് ആൻഡ് ത്രോ ഇറ്റ്. പണ്ട് കാലത്ത് നമുക്കൊരു ഷർട്ട് കീറിപ്പോയാൽ നമുക്ക് തയ്ച്ച് നമ്മൾ പോയി ഇടുമായിരുന്നു, തയ്ച്ചിടുമായിരുന്നു. ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയാൽ ചെരുപ്പ് നന്നാക്കുവാൻ ചെരുപ്പ് കുത്തികളുണ്ടായിരുന്നു. അവര് ചെരുപ്പ് നന്നാക്കി തരുമായിരുന്നു. അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന് നോക്കുക, ഇന്ന് അങ്ങനെയുള്ള കുട നന്നാക്കണമെങ്കിൽ കുട നന്നാക്കുന്നവനുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. കുടയൊന്ന് ഒരു കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ അത് തുന്നി കെട്ടിത്തരും, അത് നമ്മൾ ഉപയോഗിക്കും. ഇന്ന് നല്ല ഡ്രസ്സുകൾ വാങ്ങും, അത് കീറിയിട്ട് നമ്മൾ എടുക്കും. നല്ല ഡ്രസ്സുകളാണ് നമ്മൾ വാങ്ങുന്നത്, എന്നിട്ട് അത് കീറിയിട്ട് വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഇത് എവിടെ നിന്ന് പഠിച്ചു എന്നറിയില്ല. ഇത് ഏത് സംസ്കാരത്തിൽ നിന്ന് പഠിച്ചു? ഇത് നമ്മുടെ സംസ്കാരമല്ല. ഇത് വെസ്റ്റേൺ സംസ്കാരത്തിൽ നമ്മളെ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അവർ ചവച്ചു തുപ്പിയത് ഇന്ന് നമ്മൾ വിഴുങ്ങുകയാണ്. നമ്മുടെ സംസ്കാരത്തെ ലോകം മുഴുവൻ വാരിപ്പുണരുമ്പോൾ പാശ്ചാത്യർ നമ്മുടെ സംസ്കാരത്തെ, അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അവർ നമ്മുടെ സംസ്കാരത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? വിദേശ രാജ്യങ്ങളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്. രാമായണവും മഹാഭാരതവും ഇൻഡോളജി എന്ന് പറഞ്ഞ തത്വശാസ്ത്രം ഇന്ത്യയുടെ തത്വശാസ്ത്രമാണ്. ആ തത്വശാസ്ത്രം പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്, ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്.
പക്ഷെ നമ്മളുടെ കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിക്കാൻ സാധിക്കുമോ? അപ്പൊ പറയും വർഗീയമാണ്, ഭഗവത്ഗീത വർഗീയമാണെന്ന്. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞത് കേട്ട് എനിക്ക് ചിരി വന്നു. ഭഗവത്ഗീത ഭഗവാൻ അർജുനനെ വിളിച്ച തെറിയാണെന്ന്. ഭഗവാൻ അർജുനനെ വിളിച്ച തെറിയാണ് ഭഗവത്ഗീത. അയാൾ ജന്മത്തിൽ വായിച്ചിട്ടുണ്ടായില്ല, യാതൊരു സംശയമില്ല. അയാൾ വായിച്ചിട്ടുണ്ടായില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് വിവരം ഉണ്ടാവുമായിരുന്നു. ഉണ്ടായില്ല. ഇന്ന് വെസ്റ്റേണേഴ്സ് പഠിക്കുന്നു, അവർക്ക് മതിയായി. പണ്ട് ഈ അമേരിക്കയിൽ ഹവായ് ബീച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഹവായ് ബീച്ച്, അവിടെ കോടീശ്വരന്മാരുടെ മക്കൾ വന്ന് ആ ബീച്ചിൽ ഇങ്ങനെ വന്ന് കിടക്കും. കോടീശ്വരന്മാരുടെ മക്കളാണ്. പെണ്ണുങ്ങളും ഉണ്ടാവും, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം വന്ന് അവിടെ വന്ന് കിടക്കും. അവരെ LSDയോ കഞ്ചാവോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാരക ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ബോധമില്ലാതെ ദിവസങ്ങളോളം കിടക്കും. ആണും പെണ്ണും ഒന്നും തിരിച്ചറിവില്ല. അവർ കുളിക്കുകയില്ല, പല്ല് തേക്കുകയില്ല. അങ്ങനെ ദിവസങ്ങൾ പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടുന്ന് പോയി. അദ്ദേഹത്തിൻ്റെ പേര് പ്രഭുപാദർ എന്നായിരുന്നു. പ്രഭുപാദർ. അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ഈ ഹവായ് ബീച്ചിനടുത്ത് ഒരു ചെറിയ കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഒരു കൃഷ്ണന്റെ പ്രതിമ വെച്ചിട്ട് അവിടെ ഇരുന്ന് പൂജ തുടങ്ങി അദ്ദേഹം. ഈ ഹിപ്പികൾ, അന്ന് ഹിപ്പികളായിരുന്നു അവർ, മുടിയൊക്കെ നീട്ടി വളർത്തി വൃത്തികെട്ട വേഷം ധരിച്ച്, മലിനമായ വേഷം ധരിച്ച്, ദുർഗന്ധപൂരിതമായ ശരീരപ്രകൃതിയോടുകൂടി അവര് ഇതിനിടയ്ക്ക് ഈ മണിയടിയും പൂജയൊക്കെ കേട്ടപ്പോ അവരതിലേ കൂടെ നടന്നു പോകുന്നവരൊന്ന് ശ്രദ്ധിച്ചു, അല്ലെ അതിൽ വരുന്നവരൊന്ന് ശ്രദ്ധിച്ചു. അപ്പൊ ഈ പ്രഭുപാദർ അവിടെ നിന്ന് പൂജ ചെയ്യുകയായിരുന്നു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ചിലര് എന്താണിത് രഹസ്യം എന്നറിയാൻ വേണ്ടിയിട്ട് വെറുതെ വന്ന് ഇരിക്കാൻ തുടങ്ങി. അവിടെ ഇരിക്കാൻ തുടങ്ങി ആ കെട്ടിടത്തിൽ. അങ്ങനെ ഇദ്ദേഹം പൂജയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വന്ന് പ്രസാദം കൊടുക്കും, തീർത്ഥം കൊടുക്കും, നാമം ജപിക്കും. നാമം ലഹരിയാണ്. നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ ഒരു ലഹരി കൊടുക്കുന്നില്ല. ഞാൻ ലഹരിക്കെതിരല്ല. നമ്മൾ കൊടുക്കാത്ത ഒരു ലഹരിയുണ്ട്. ആ ലഹരി കൊടുത്താൽ ഈ കുട്ടികൾ രാസലഹരിയുടെ പിന്നാലെ പോകില്ല. നാമലഹരി എന്നാണ് അതിന് പറയുന്നത്. നാമലഹരി. ആ നാമത്തിന്റെ ലഹരി അവന്റെ ഉള്ളിലേക്ക് പോയാൽ അവൻ രാസലഹരിയുടെ പിന്നാലെ പോകില്ല, മദ്യത്തിന്റെ പിന്നാലെ പോകില്ല, മയക്കുമരുന്നിന്റെ പിന്നാലെ പോകില്ല. ഈ നാമലഹരി ഒരിക്കൽ രുചിക്കാൻ സാധിച്ചാൽ അതിൻ്റെ ലഹരിയിൽ അവനൊരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കും. അടിസ്ഥാനപരമായ പ്രശ്നം, ഇന്നത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം ആത്മീയതയാണ്. ആത്മീയതയുടെ അഭാവമാണ്. ആത്മീയത ഇല്ലാത്തതാണ്. നമുക്ക് ആത്മീയത വേണ്ടല്ലോ. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഉള്ളൂരും വള്ളത്തോളും അങ്ങനെയുള്ള കൃതികൾ, അവരുടെ കുമാരനാശാൻ തുടങ്ങിയവരുടെ കൃതികളൊക്കെ നമ്മൾ വായിക്കും. അതിനകത്തൊക്കെ മൂല്യങ്ങളുണ്ടായിരുന്നു. ഇന്നെന്ത് മൂല്യങ്ങളാണ് പാഠപുസ്തകങ്ങളിൽ കിട്ടുന്നത്? ഇന്ന് കരിക്കുലം ഇറങ്ങിയിട്ടുണ്ട്. ഒരു മൂല്യവും ഇല്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അത്യന്തം അപകടകരമാണ്. ഒരു സമൂഹത്തെ നമ്മൾ സംസ്കാര സമ്പന്നന്മാരായിട്ട് സൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ ആത്മീയത പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആത്മീയത പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, വീടുകളിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് നാമം ജപിക്കും. സന്ധ്യാസമയത്ത് കളിക്കുകയാണെങ്കിൽ പോലും കുട്ടികളെ വിളിച്ചു വരുത്തും. വരൂ കുട്ടികളെ, നിങ്ങൾ വന്ന് കളിയൊക്കെ മതിയാക്കും, വന്നോ, കൈയും കാലും മുഖമൊക്കെ കഴിയല്ലേ കുളിച്ചിട്ട് വന്നിട്ട് നാമം ജപിക്കും എന്ന് പറയുമായിരുന്നു. വിളക്ക് കത്തിച്ച് അല്ലെ വിളക്ക് കൊളുത്തി അതിൻ്റെ ചുറ്റിലും ഇരുന്ന് സന്ധ്യാനാമങ്ങൾ ജപിക്കുമായിരുന്നു. കഥകൾ പറഞ്ഞ് കേൾക്കുമായിരുന്നു. രാമായണമോ മഹാഭാരതമോ ഭാഗവതമോ തുടങ്ങിയ അതിലെ കഥകൾ, അവൻ്റെ ചിന്തകൾ അവൻ്റെ മസ്തിഷ്കത്തിലേക്ക് കടന്നു വരുമ്പോൾ, നല്ല ചിന്തകൾ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ വാക്കുകൾ നല്ലതാവും, അവൻ്റെ കർമ്മങ്ങൾ നല്ലതാകും, അവൻ്റെ പ്രവൃത്തികൾ നല്ലതാകും. അവരെ ലോകത്തിൽ ശ്രേഷ്ഠന്മാരാക്കി മാറ്റുവാൻ കഴിയുമെന്ന് പണ്ടുള്ളവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ഈ സന്ധ്യാസമയങ്ങളിൽ, പ്രത്യേകിച്ച് പ്രഭാതസന്ധ്യയിലും സായം സന്ധ്യയിലും, 3 സന്ധ്യകളുണ്ട്. പ്രഭാതസന്ധ്യയുണ്ട്, മധ്യാഹ്ന സന്ധ്യയുണ്ട്, സായം സന്ധ്യയുണ്ട്. എന്നാൽ പ്രഭാതസന്ധ്യയിലും സായം സന്ധ്യയിലെങ്കിലും നാമം ഒന്ന് ജപിക്കുവാൻ, അല്ലെങ്കിൽ ഭഗവാനെ ഈശ്വരനെ ഒന്ന് സ്മരിക്കുവാൻ
അല്ലെങ്കിൽ ഒന്നുമല്ല, ഒന്ന് അല്പസമയം ധ്യാനിക്കുവാൻ, അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഇരിക്കുവാൻ. വെറുതെ ഇരിക്കാൻ എന്നറിയില്ല ആൾക്കാർക്ക്. ഒന്ന് കുറച്ചു സമയം ഒന്ന് മനസ്സിനെ അടക്കി നിർത്തുവാൻ. ഇന്നതില്ല. ഇന്ന് ആത്മനിയന്ത്രണ അന്ന് കിട്ടിയിരുന്നത്, അന്നത്തെ ജനങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു കാര്യമുണ്ട്. ആത്മനിയന്ത്രണ ശക്തി കിട്ടിയിരുന്നത് ഇത്തരം ചര്യകളിലൂടെയായിരുന്നു, നാമജപ സാധനകളിലൂടെയായിരുന്നു, ധ്യാനത്തിലൂടെയായിരുന്നു, ഉപാസനയിലൂടെയായിരുന്നു. മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിലെ അഴുക്ക് കളയാൻ നമ്മൾ സോപ്പ് ഉപയോഗിക്കാറുണ്ട്. സോപ്പ് ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിലെ അഴുക്കൊക്കെ പോകും. ഇന്ന് ഈ മനസ്സിലെ അഴുക്കുകളെ കളയാൻ ഏത് സോപ്പാണ് നമ്മൾ ഉപയോഗിക്കുക? ഏത് സോപ്പാണ് നമുക്ക് കടകൾക്ക് ലഭിക്കുക? ഈ മനസ്സിലെ അഴുക്കുകളെ കളയുവാൻ എന്തെങ്കിലും മാർഗം ഇന്ന് ശാസ്ത്രീയ വിദ്യയിലൂടെ, സാങ്കേതിക വിദ്യയിലൂടെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ പേരാണ് ആധ്യാത്മികത, അല്ലെ ആത്മീയത. അത് മനസ്സ് കുറച്ചു നേരം ജപിക്കുമ്പോൾ, കുറച്ചു നേരം ധ്യാനിക്കുമ്പോൾ, കുറച്ചു നേരം നമ്മൾ സാധനകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. ദിവസവും നമ്മൾ ആരോടെങ്കിലും നമ്മൾ ദേഷ്യപ്പെട്ടുവെങ്കിൽ, ആരെയെങ്കിലും നമ്മൾ വെറുത്തുവെങ്കിൽ, ആരെയെങ്കിലും നമ്മൾ ചീത്ത പറഞ്ഞുവെങ്കിൽ, ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചുവെങ്കിൽ അവരോടുള്ള വിരോധം ഇതൊന്നും മനസ്സിൽ വെക്കാതെ ആ സമയത്ത് നമുക്കിതെല്ലാം മറക്കാൻ സാധിക്കുമായിരുന്നു. നമുക്കിതെല്ലാം, ഈ ഭാരങ്ങളെ ഇറക്കി വെക്കാൻ സാധിക്കുമായിരുന്നു. ഈ ഭാരങ്ങളെ ഇറക്കി വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു. അടിസ്ഥാനപരമായിട്ട് ആത്മീയത തന്നെയാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ പറയും ടി വി കാണുന്നത് കൊണ്ടാണ്, അല്ലെ ഇന്റർനെറ്റിലെ അമിത ഉപഭോഗം കൊണ്ടാണ്, അല്ലെങ്കിൽ സിനിമയിലെ വയലൻസ് കൊണ്ടാണ്. ഇതൊക്കെ ഒരു റീസണാണ്. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അതിനൊക്കെ ഒരു പ്രത്യേക കാര്യങ്ങളുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ ഇത് പാടില്ലല്ലോ. അവരെന്തുകൊണ്ട് തിരിയുന്നു? വെസ്റ്റേണേഴ്സ് എന്തുകൊണ്ട് ഇന്ന് ഞാൻ പറയുകയാണ്, 5 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടിയുടെ പേര് ഭഗവൻ ദാസ് എന്നാണ്. ഭഗവൻ ദാസ്. ഈ കുട്ടിക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണുള്ളത്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. അവൻ ആചാര്യനാണ്. 5 വയസ്സുള്ള കുട്ടി ആചാര്യനാണ്. ഭഗവത്ഗീത അവൻ ബൈഹാർട്ടാണ്. 700 ശ്ലോകങ്ങളും അവന് ബൈഹാർട്ടാണ്. അവനത് വ്യാഖ്യാനിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഒരു ഗുരുകുലത്തിൽ നിൽക്കുന്ന കുട്ടിയാണ്. ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ആ അമ്മ ജപിച്ചത് ഭഗവത്ഗീതയും ഭാഗവതവും ഉപനിഷത്തുക്കളും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന കുട്ടിക്ക് ആ ചിന്തയുണ്ടായെങ്കിൽ അത്ഭുതമില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ സ്വഭാവ രൂപീകരണം നടക്കുന്നത് ഒരമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോഴാണ്. ഇന്ന് അന്തോണി ഡിഗാസ്വർ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ കറോളിന യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഒരു റിസർച്ച് പോലെ നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഗർഭസ്ഥ ശിശുവിന് ഗ്രഹിക്കുവാനുള്ള ശക്തി ഉണ്ട്. ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിന് കേൾവി ശക്തി, അവൻ്റെ ആദ്യത്തെ ഇന്ദ്രിയം പ്രവർത്തിച്ചു തുടങ്ങുന്നത് ചെവിയാണ്, കണ്ണല്ല. കണ്ണുകൊണ്ട് കാണാനൊന്നുമില്ല അവിടെ. അതുകൊണ്ട് കണ്ണ് അവിടെ പ്രത്യേകിച്ചൊരു ആവശ്യമില്ല. ചെവി, അവൻ്റെ ചെവി കൊണ്ട് അവന് കേൾക്കാൻ പറ്റും. ചെവിയിലൂടെ പ്രഹ്ലാദൻ കേട്ടു, ഹരിയുടെ നാമം കേട്ടു, അഷ്ടാവക്രം കേട്ടു, വേദമന്ത്രം ജപിക്കുന്നത് കേട്ടു, അഭിമന്യു കേട്ടു, ചക്രവ്യൂഹം ഭേദിക്കുന്നത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു, ഗർഭത്തിൽ കിടന്ന് കേട്ടു എന്ന് നമ്മുടെ പുരാണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് പുരാണമായിട്ട് തള്ളി. പക്ഷെ തള്ളേണ്ട കാര്യമല്ല. അവൻ്റെ സ്വഭാവം രൂപീകരണം അമ്മയുടെ ഗർഭത്തിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഒരു മനുഷ്യൻ ചീത്തയായി പോയാൽ ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കുറ്റക്കാരാരാ? കുടം ചീത്തയായി പോയാൽ കുടം ഉണ്ടാക്കുന്ന കുലാലനെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആ കുഞ്ഞിന് ജന്മം നൽകിയ മാതാപിതാക്കന്മാരാണ് അതിൻ്റെ ഉത്തരവാദികൾ. അവർക്കതിൽ നിന്ന് കൈ കഴുകി രക്ഷപ്പെടാൻ സാധിക്കില്ല. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി അതിനാണ്, അല്ലാണ്ട് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. നമുക്കറിയാം അദ്വൈത ആചാര്യനായ ശ്രീ ശങ്കരാചാര്യർ പോലും അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്വൈതത്തിൽ ക്ഷേത്രവും ഇല്ല, ഭഗവാൻ ഭഗവതിയും ഒന്നുമില്ല, താൻ മാത്രമേ ഉള്ളൂ.
ആത്മാവ് മാത്രമേ ഉള്ളൂ, അല്ലെ പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുന്ന അദ്വൈത സിദ്ധാന്തം, നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ ഞാനല്ലാണ്ട് മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു സംസ്കൃതി, അത് വേദാന്തപരമായ അദ്വൈതപരമായ ആ ഒരു ചിന്ത കൊണ്ടുവന്ന, അല്ലെങ്കിൽ അതിനെ സ്ഥാപിച്ച, അതിനു മുമ്പും ഉണ്ട്, അത് ഉപനിഷത്തിലൊക്കെ ഉണ്ട്, എന്നാൽ അതിനെ വ്യക്തമായിട്ട് സ്ഥാപിച്ച ആളാണ് ശ്രീ ശങ്കരാചാര്യർ. ആ ആചാര്യസ്വാമികൾ അദ്ദേഹം പോലും പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, ശാരദാ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, നിരവധി പ്രതിഷ്ഠകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. കാലടിയുടെ മണ്ണിൽ നിന്ന് പോയ ഒരു മഹാനായിരുന്നു ആദിശങ്കരാചാര്യർ. അന്ന് ബൗദ്ധമതം നമ്മുടെ സംസ്കാരത്തെ മുഴുവൻ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആദിശങ്കരന്റെ ഉദയം ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നുണ്ടായി. ഈ കേരളത്തിന്റെ കാലടിയുടെ മണ്ണിൽ നിന്ന് ജനിച്ചു വീണ ആ മഹാൻ ലോകത്തെ കീഴടക്കി. തൻ്റെ ബൗദ്ധികമായ സങ്കല്പങ്ങളെ ഇന്നും ലോകം അത്ഭുത ആദരവോടുകൂടിയാണ് അദ്വൈതാചാര്യനെ ശ്രീശങ്കരാചാര്യരെ പറ്റി പഠിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടോ? ഈ കാലടിയിൽ ഇപ്പോൾ ഉള്ളൊരു സ്തംഭമുണ്ട്, ഒരു സ്തൂപമുണ്ട് ശങ്കരാചാര്യർക്ക് വേണ്ടി. അത് കാഞ്ചിയിൽ നിന്നും അവർ കൊണ്ട് ഉണ്ടാക്കിയതാ, നമ്മളാരും ചെയ്തതല്ല. നമുക്ക് ശങ്കരനെ നമുക്ക് വേണ്ട. നമ്മൾ നാരായണ ഗുരുദേവനെ പറയും, നാരായണ ഗുരുദേവനെ നമുക്ക് വേണ്ട. നാരായണ ഗുരുദേവൻ, ഇവരൊക്കെ മഹാത്മാക്കൾ പറയുന്ന ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്? മദ്യം കുടിക്കരുത്, ചത്തരുത്, അത് വിഷമാണ് എന്ന് പറഞ്ഞ ആളെ നമ്മൾ അതെല്ലാം കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ വലിയ ആചാര്യനാണ്, വിപ്ലവ ആചാര്യനാണ്, നാരായണ ഗുരുദേവൻ കേരളത്തിന്റെ മുഴുവൻ ആചാര്യനാണെന്ന് നമ്മൾ പറയുകയും നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുകയും ചെയ്തു. അതിലെന്താണ് അർത്ഥം? അങ്ങനെ ആകരുത്. എന്നാൽ ഇവരെല്ലാം ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ 30ഓളം ക്ഷേത്രങ്ങൾ അദ്ദേഹം പ്രതിഷ്ഠിച്ചു, സ്വന്തം കൈകൾ കൊണ്ട്. ശിഷ്യന്മാരെ കൊണ്ട് വേറെയും പ്രതിഷ്ഠിച്ചു. എന്തിനായിരുന്നു അതൊക്കെ? ഈ സംസ്കാരം നിലനിർത്താൻ. ഒരുപക്ഷെ നമ്മുടെ സംസ്കാരം പലപ്പോഴും പാടേ നശിച്ചു പോകേണ്ട സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ സംസ്കാരം പിടിച്ചു നിർത്തുവാൻ സഹായിച്ചത് ക്ഷേത്രങ്ങളായിരുന്നു എന്ന് നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കേണ്ടതുണ്ട്. യാതൊരു സംശയമില്ല. ഇപ്പൊ ശബരിമല പോലെയുള്ള സംഭവങ്ങൾ എടുത്തു നോക്കുക. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം. ആ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ ഇന്ന് എത്ര പേരെടുക്കുന്നുണ്ടെന്ന് അറിയില്ല. കൃത്യമായിട്ട് പണ്ടുള്ളവർ അത് എടുത്തിരുന്നു, ജപിച്ചിരുന്നു, പ്രത്യേക ചര്യകൾ സ്വീകരിച്ചിരുന്നു, സദാചാര മൂല്യങ്ങൾ ഉൾക്കൊണ്ടിരുന്നു, മദ്യം പോലും മാറ്റിവെച്ചിരുന്നു, ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ ആത്മനിയന്ത്രണ ശക്തി അതിലൂടെ അവൻ നേടിയെടുക്കുകയായിരുന്നു. ആ 41 ദിവസങ്ങളിൽ ഒരു മണ്ഡലകാലം മുഴുവൻ ആ ആചരണങ്ങൾ ചെയ്യുമ്പോൾ അവന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ നെഗറ്റിവിറ്റീസിനെ ത്യജിക്കുവാനുള്ള ഒരു ശക്തി ഉണ്ടായി വരികയാണ്. അതിനാണ് ഇത്തരം ആചാരങ്ങളും ആചരണങ്ങളും ഒക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഇത്തരം ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളെ നാം നശിപ്പിക്കണം, അതിനു വേണ്ടിയിട്ട് അനവരതം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ക്ഷേത്രങ്ങളെ നശിപ്പിക്കണം. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞവരുണ്ട്. കഷ്ടമാണ്, കഷ്ടം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഒരു ക്ഷേത്രം നശിച്ചാൽ നിങ്ങൾക്ക് 100 ഭ്രാന്താശുപത്രികൾ പണിയേണ്ടി വരുമെന്ന് പറഞ്ഞു. 100 ഭ്രാന്താശുപത്രികൾ പകരം പണിയേണ്ടി വരും. കാരണം മനുഷ്യന് വിഷമം ഉണ്ടാകുമ്പോൾ, അവന് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, അവന് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഇറക്കി വെക്കാൻ ഒരു അത്താണി വേണ്ടേ? ഒരു അത്താണി. അവൻ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വരുന്നു, തൻ്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കുന്നു. എന്നാൽ ഈ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി മാത്രമുള്ള കേന്ദ്രമായിട്ട് ധരിച്ചു പോകരുത്. സാധനാ കേന്ദ്രം എന്നാണ് അമ്മ പേര് കൊടുത്തത്. അമ്മ ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 23ഓളം ക്ഷേത്രങ്ങൾ അമ്മ സ്വന്തം തൃക്കൈകൾ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്ത് റീയൂണിയനിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, മൗറീഷ്യസിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഈ സംസ്കാരം നിലനിന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ലോകോത്തരമായൊരു സംസ്കാരം. ഇന്ന് പല സംസ്കാരങ്ങൾ ഇവിടെ മൺമറഞ്ഞു പോയി. ഗ്രീക്ക് സംസ്കാരമാകട്ടെ, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമാകട്ടെ, ഈജിപ്ഷ്യൻ സംസ്കാരമാകട്ടെ, അങ്ങനെയുള്ള പല സംസ്കാരങ്ങളും മണ്ണടിഞ്ഞു പോയപ്പോൾ ഇന്നും ഹിമാലയ പർവ്വതം പോലെ അനവധി കൊടുങ്കാറ്റുകളെയും ഭൂകമ്പങ്ങളെയും എല്ലാം തരണം ചെയ്തുകൊണ്ട്, പ്രകൃതിക്ഷോഭങ്ങളെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് ഹിമാലയം തല ഉയർത്തി നിൽക്കുന്നത് പോലെ
ഈ സംസ്കാരം ഇന്നും ഈ ലോകത്തിലെ ഏറ്റവും പ്രാചീന സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം, സനാതന ധർമ്മം. ആ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് അത്ഭുതം. ഒരിക്കൽ എൻ്റെ കൂടെ കോഴിക്കോട് ഒരു പ്രദേശത്ത് ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ്, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം എൻ്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പ്രഭാഷണം ചെയ്യുന്ന മധ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ പോലെയുള്ളവർ ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങൾ എടുത്തുവെങ്കിലും ഇത് നശിക്കാതെ നിലനിൽക്കുന്നത് അത്ഭുതകരമായി. ഇതെങ്ങനെ നിലനിൽക്കുന്നുവെന്ന് ഞങ്ങൾ ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തുറന്നു പറയുകയാണ്, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സംസ്കാരം നശിക്കാതെ നിലനിൽക്കുന്നത് അത്യത്ഭുതകരം, ആശ്ചര്യകരം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് നിലനിൽക്കണ്ടേ നമ്മുടെ സംസ്കാരം? ആരാണ് പിന്നെ നിലനിർത്തുക? ഭാരതത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് ആത്മീയതയാണ്. ഈ ആത്മീയത പോയാൽ നട്ടെല്ലില്ലാത്ത മനുഷ്യരെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. നട്ടെല്ലില്ലാത്ത മനുഷ്യരെയാണോ നമ്മൾ സൃഷ്ടിക്കേണ്ടത്? മുട്ടിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, പാശ്ചാത്യരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു കാലത്ത് മുട്ടിലിഴഞ്ഞു നിന്ന സമയത്ത് ഞങ്ങൾ നട്ടെല്ലിൽ ഉയർന്നു നിന്നുകൊണ്ട് ലോകത്തോട് സത്യത്തെ വിളിച്ചു പറഞ്ഞവരാണ് ഞങ്ങൾ. വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപരസ്താത്. ഇതിനും അപ്പുറമുള്ള, ഇരുട്ടിനും അപ്പുറമുള്ള ആ പരമസത്യത്തെ ദർശിച്ചവരാണ് ഞങ്ങൾ. അത് നിങ്ങൾക്കിതാ എല്ലാവരും പിടിച്ചുകൊള്ളൂ, ലോകത്തിലെ ഈ നല്ല ആശയങ്ങൾ ലോകം മുഴുവൻ പരക്കട്ടെ എന്ന് പറഞ്ഞവരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ. അതിലെ പ്രാർത്ഥനകൾ നോക്കുക, ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. വർഗീയത അവിടെയില്ല, വർഗീയ ചിന്തയെ അവിടെയില്ല. നമ്മൾ പറയും ഏതെങ്കിലും ഒരു മതമെന്ന്, നമ്മളാ പറയുന്ന മതമെന്ന്. ഇതിനെ ധർമ്മം എന്നാണ് വിളിച്ചത്. ഈ ധർമ്മം മതങ്ങളെ എല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഏതാണോ അത് ധർമ്മം. ഈ ആശയങ്ങളെ എല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന മതങ്ങളുടെ എല്ലാം മാതാവ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് വെറുതെ അല്ല. എല്ലാത്തിനും യോജിപ്പിക്കാൻ, ഒരു അമ്മയ്ക്ക് 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കളെയും യോജിപ്പിക്കാൻ അമ്മയ്ക്ക് കഴിയും. ആ അമ്മ അതുപോലെയാണ്. ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത്, സനാതന ധർമ്മം എന്ന് പറയുന്നത് ഇതിനെ എല്ലാം യോജിപ്പിക്കുവാൻ കഴിയുന്ന ശക്തിയാണ്. ഒരു കടൽ, ആ കടലിലേക്ക് ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, അങ്ങനെ സരസ്വതി, കാവേരി ഇതെല്ലാം വന്ന് ഒഴുകിയെത്തുന്നു. പക്ഷെ ആ നദികളെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല. കടൽ എല്ലാവരെയും സ്വീകരിക്കുന്നു, കൈനീട്ടി സ്വീകരിക്കുന്നു, പുൽകുന്നു, അതിനെ തന്നോട് ചേർക്കുന്നു, താൻ തന്നെയായി മാറുന്നു. അതുപോലെ ഈ ഭാരതീയ സംസ്കാരം എല്ലാവരെയും സ്വീകരിച്ചു. അതാണ് അതിൻ്റെ വിശാലത. വസുദൈവ കുടുംബകം, ഈ ലോകം മുഴുവൻ ഒരു തറവാടാണെന്ന് പറഞ്ഞു. എത്ര വിശ്വം ഭവത്തേകനീടം, ഈ ലോകം മുഴുവൻ ഒരു പക്ഷിക്കൂട് പോലെയാണ് എന്ന് വേദത്തിലെ ഋഷിയുടെ ഭാവന. അന്നത്തെ അവരൊക്കെ നമ്മൾ പ്രാചീനരാണെന്ന് പറഞ്ഞ് തള്ളുകയാണ്. അവരൊക്കെ ഭ്രാന്തന്മാരാണെന്നും അപരിഷ്കൃതന്മാരാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളുകയാണ്. അവൻ്റെ ചിന്ത എന്തായിരുന്നു? ഈ ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടവർ, ഈ ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായിട്ട് കണ്ടവർ, എല്ലാവരും തൻ്റെ ഒരു അമ്മയുടെ മക്കളാണെന്ന് കണ്ടവർ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഭ്രാന്തന്മാരെന്നും അപരിഷ്കൃതരെന്നും വിളിക്കുന്നത്. ഇന്ന് നമ്മുടെ മുദ്രാവാക്യങ്ങൾ, പല സംഘടനകൾ എടുത്തു നോക്കുക, അതിലെ മുദ്രാവാക്യങ്ങളൊക്കെ ഈ ധർമ്മത്തിൽ നിന്നെടുത്താണ്. ഏതോ ധർമ്മസ്ഥതോ ജയ എന്ന് പറഞ്ഞത് മഹാഭാരതത്തിലാണ്. അതില് ഗാന്ധാരി പറയുന്നൊരു വാക്യമുണ്ട്. ദുര്യോധനൻ എന്ന പുത്രൻ ഗാന്ധാരിയെ പോയി നമസ്കരിക്കും. യുദ്ധത്തിന്റെ സമയത്ത് നമസ്കരിച്ച അനുഗ്രഹം വാങ്ങാൻ പോവുകയാണ്. അപ്പോഴേ ഈ അമ്മ പറയുകയാണ്, ഏതോ ധർമ്മസ്ഥതോ ജയ. കുഞ്ഞെ നീ ജയിച്ചു വരട്ടെ എന്നല്ല പറഞ്ഞത്. കുഞ്ഞെ നീ യുദ്ധം ചെയ്യൂ, നീ വീരനാണ്, നീ വീരപുരുഷനാണ്, നിനക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റും എന്നല്ല പറഞ്ഞത്. എവിടെയാണോ ധർമ്മം അവിടെയാണ് വിജയം എന്നാണ് പറഞ്ഞതമ്മ. പക്ഷേ ഈ അമ്മയ്ക്ക് അബദ്ധം പറ്റി. ഈ അമ്മയ്ക്ക് അബദ്ധം പറ്റി എന്താണ്? ഭർത്താവ്, അന്ധനായ ഭർത്താവ്, ജന്മനാന്ധൻ. ധൃതരാഷ്ട്ര ജന്മനാന്ധനായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹം കണ്ണുകളുണ്ടെങ്കിലും പലപ്പോഴും അന്ധന്മാരാണ്. കണ്ണുണ്ടായിട്ട് വിശേഷമൊന്നുമില്ല. നല്ലത് കാണുവാനുള്ള കണ്ണുകളില്ല, നല്ലത് കേൾക്കുവാനുള്ള ചെവികളില്ല. ഓം ഭദ്രം കർണേവി ശൃണിയാമ ദേവാഹ ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ എന്ന് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്.
അല്ലയോ ദേവന്മാരെ ഞാൻ നല്ലത് കാണട്ടെ, നല്ലത് കേൾക്കട്ടെ എന്ന് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഇന്ന് നമ്മളാരും നല്ലത് കേൾക്കുന്നില്ല, നല്ലത് കാണുന്നില്ലാത്ത ഒരു അവസരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലത് കേൾക്കാൻ ആൾക്കാർക്ക് വിരലിലെണ്ണാവുന്നവർക്കാണ് താല്പര്യം. അതൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിക്കാനും ഒക്കെ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമേ താല്പര്യമുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ അമ്മ എന്താ ചെയ്ത്, താനും ഭർത്താവിന് കണ്ണില്ല, എന്നാൽ പിന്നെ തനിക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് തൻ്റെ കണ്ണും മൂടിക്കെട്ടി നടത്തുന്നു. എന്നാൽ ഭർത്താവിൻ്റെ വിളക്കായിട്ട് നടക്കാൻ സാധിക്കുമായിരുന്നു. ഭർത്താവിന് കണ്ണില്ലാത്തത് കൊണ്ട് ഭർത്താവിനെ നയിക്കുവാൻ ആ സ്ത്രീക്ക് സാധിക്കുമായിരുന്നു. ഭർത്താവിന് വെളിച്ചമായി മുന്നിൽ നടക്കുവാൻ അവർക്ക് കൈപിടിച്ച് നടത്താൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവർ കണ്ണ് മൂടിക്കെട്ടി അവരും അന്ധയെപ്പോലെ കണ്ണുണ്ടായിട്ടും അന്ധയായിട്ട് നടന്നു. 101 കുട്ടികളുണ്ടായി, 100 പുത്രന്മാര്, ഒരു പെൺകുട്ടി, ദുശ്ശള എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, 101 സന്താനങ്ങളുണ്ടായി. ഈ സന്താനങ്ങളെ ശിക്ഷണം കൊടുത്തില്ല, തെറ്റുകൾ മനസ്സിലാക്കി കൊടുത്തില്ല. ഇന്ന് നമുക്ക് പറ്റുന്ന അപകടമാണ്, നമ്മുടെ സമൂഹത്തിന് പറ്റുന്ന അപകടമാണ്. നമ്മളുടെ കുട്ടികളെ നമ്മൾ ശരിയായ ശിക്ഷണം കൊടുക്കുന്നില്ല. പണ്ട് കാലത്ത് പറയും 5 വയസ്സ് വരെ രാജാവിനെ പോലെ, രാജവത് 5 വർഷാണി ദശവർഷാണി ദാസ്യവത്. 10 വർഷം, പിന്നത്തെ 10 വർഷം, അതായത് 15 വയസ്സ് വരെ, 5 വയസ്സ് മുതൽ പിന്നത്തെ 10 വർഷം അത് ശിക്ഷണം കൊടുക്കണം. ശിക്ഷയല്ല, ശിക്ഷണം. ലാളനാത് ബഹോദോഷ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ലാളിച്ച് കൊഞ്ചിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്നത് പോലെ ഇന്ന് ചിലപ്പോൾ കുട്ടികളെ കുളിപ്പിച്ച് അങ്ങ് ഇല്ലാതാക്കുകയാണ് നമ്മൾ. ഇന്ന് ലാളിച്ച് കൊഞ്ചിച്ച് അവനെ വഷളാക്കുന്നു. അല്ലെങ്കിൽ അവനെ ഭീഷണിപ്പെടുത്തി, ഭീകരമായിട്ട് അവനെ ഒരു പട്ടാള ക്യാമ്പിൽ ഇരിക്കുന്നത് പോലെ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവനെ വളർത്തും. അവനെ സപ്രസ് ചെയ്യും. അവന് വിദ്വേഷം, അച്ഛനും അമ്മയോടും വിദ്വേഷം മാറുന്നില്ല. ഒരു സ്കൂളില്, എറണാകുളത്തൊരു സ്കൂളില് കുട്ടികളുടെ ഇടയിൽ ചോദിച്ചു, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആരെയാണെന്ന് ഒരു ചോദ്യം ചോദിച്ചു. അതില് 75% കുട്ടികളും പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ മാതാപിതാക്കന്മാരെയാണ് വെറുക്കുന്നത്. മാതാപിതാക്കന്മാരെയാണ് വെറുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം മാതാപിതാക്കന്മാരെ, പണ്ട് അച്ഛനെ പോലെ ആകണം, അമ്മയെ പോലെ ആകണം നീ കുഞ്ഞെ എന്ന് പഠിപ്പിച്ച ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു ഇവിടെ. ഇന്ന് അച്ഛനെ പോലെ ആകരുത് കുഞ്ഞെ, അമ്മയെപ്പോലെ ഒരിക്കലും ആകരുത് കുഞ്ഞെ എന്ന് പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ. ഈ അടുത്ത സമയത്ത് ഒരു CEO, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഒരു CEO, അവര് സ്വന്തം കുഞ്ഞിനെ അറുത്ത് മുറിച്ച് ബ്രീഫ് കേസിൽ കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി. അവിടുന്ന് അവരെ പിടിച്ചു. 5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ. ഭർത്താവുമായിട്ട് തെറ്റിയിട്ട് ഡൈവോഴ്സ് കേസ് വന്നു, അത് വിധി വന്നു. എന്നിട്ട് ഭർത്താവിനോടൊപ്പം കുറച്ച് ദിവസം കുട്ടി അവിടെ നിൽക്കട്ടെ, കുറച്ച് ദിവസം അമ്മയുടെ കൂടെ നിൽക്കട്ടെ എന്നുള്ള വിധി വന്നപ്പോൾ അച്ഛൻ്റെ കൂടെ വിടാൻ തയ്യാറായില്ല സ്വന്തം കുട്ടിയെ. അച്ഛൻ്റെ കൂടെ പോകാൻ പാടില്ല, എന്നാൽ പിന്നെ അവൻ ജീവിച്ചിരിക്കണ്ട എന്ന് വിചാരിച്ചു. കുട്ടിയെ കൊന്നു. ആലോചിക്കുക, ഇതാണ് സ്നേഹം. ഇന്നത്തെ സ്നേഹം എന്ന് പറയുന്നത് സ്വാർത്ഥ സ്നേഹമാണ്. നിസ്വാർത്ഥ സ്നേഹം എന്തെന്ന് നമ്മുടെ സമൂഹത്തിന് അറിയുന്നില്ല. അമ്മയെപ്പോലെയുള്ള മഹാത്മാക്കൾ ലോകത്ത് കാണിച്ചു കൊടുക്കുന്ന നിസ്വാർത്ഥ സ്നേഹം എന്താണെന്നാണ്. ഇന്ന് ലോകത്തിൽ പാശ്ചാത്യ ദേശങ്ങളിൽ പോലും ഒരു അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി അവർ കൊതിക്കുകയാണ്. കാരണം അവിടെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയല്ല. നമ്മുടെ നാട്ടിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയായിരുന്നു, മാതൃത്വമായിരുന്നു. അവരെ സ്ത്രീ ആകുന്ന, അവരെ അമ്മയാകുന്നത്, അമ്മയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ സ്ത്രീ ആകുന്നത്. അങ്ങനെയായിരുന്നു. അവരെ നമ്മൾ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു, പൂജിച്ചിരുന്നു. ഇന്നതുണ്ടോ നമ്മുടെ സമൂഹത്തില്? മാതാപിതാക്കന്മാരെ അവരുടെ സമ്പത്ത് മാത്രം കൈക്കലാക്കിയിട്ട് അവരെ കൊണ്ട് വലിച്ചെറിയുക. ഗുരുവായൂർ നടയെ പോകുന്ന ഗുരുവായൂരപ്പനെ തൊഴാനല്ല, അച്ഛനമ്മയും വലിച്ചെറിയാനാണ്. ആലോചിച്ച് അവിടെ കൊണ്ടുപോയിട്ട്, വണ്ടി കൊണ്ടുപോയിട്ട് തള്ളിയിട്ടേച്ച് ചിലർ പൊക്കളയുന്നു. അച്ഛനും അമ്മയും അവിടെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ജീവിച്ചോട്ടെ എന്നുള്ള സൗജന്യമായിരിക്കും. തനിക്ക് കൊടുക്കാൻ പറ്റില്ല. അമ്മ പറയുന്ന പോലെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളൊക്കെ പറയും, എല്ലാ ചെറിയ കുട്ടികളോടും ചോദിക്കുക, ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ, നിൻ്റെ അമ്മയല്ല. കാരണം നമ്മളാരെങ്കിലും കളിയാക്കി പറയാണ്, കളിയായിട്ട് അല്ലെങ്കിൽ കുട്ടിയോട് കളിയായിട്ട് പറയാണ്, ഇത് നിൻ്റെ അമ്മയല്ല, അത് എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ കുട്ടി സമ്മതിക്കില്ല. നിങ്ങളുടെ അല്ല, എൻ്റെ അമ്മയാണ്. അല്ലെങ്കിൽ ഇത് നിൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛനാണെന്ന് കുട്ടി സമ്മതിക്കില്ല. ഇത് എൻ്റെ അച്ഛനാണ്. പക്ഷേ പ്രായം ചെന്ന് കഴിയുമ്പോൾ കുട്ടി പറയും, ഇത് നിൻ്റെ അമ്മയാണ്, ഇത് നിൻ്റെ അച്ഛനാണ്, നീ വേണേ നോക്കിക്കോ, ഞാൻ നോക്കത്തില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ മാറി.
അത് നമ്മുടെ സ്നേഹം ഇവിടെ പോയി? ഇതാണോ സ്നേഹം? ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുവാൻ കഴിയുന്ന മനസ്സിലാണ് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളത്. മറ്റിടത്തൊക്കെ സ്വാർത്ഥതയുണ്ട് എന്നുള്ളതാണ്. ലോകത്തെ മുഴുവൻ ഒരു കണ്ണിലൂടെ കാണാൻ കഴിയുമ്പോൾ സമത്വം യോഗമുച്ചതേ. അന്ന് യോഗി കൾച്ചറായിരുന്നു നമ്മുടെ നാട്ടിൽ. പിന്നെ അത് ഭോഗി കൾച്ചറായി. ഇന്ന് രോഗി കൾച്ചറായിക്കൊണ്ടിരിക്കുകയാണ്, രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ യോഗി കൾച്ചർ പോയി. അന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും യോഗികളായിരുന്നു, യോഗതുല്യമായ ചര്യകളിൽ ജീവിച്ചവരായിരുന്നു. ഇന്ന് അതൊക്കെ മാറിയില്ലേ? നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയില്ലേ? ഇന്ന് പണ്ട് കാലത്ത് നമ്മുടെ കുടുംബത്തിലോ അല്ലെ വീടുകളിൽ ഒരു സാധനമാണ് നമ്മൾ പങ്കുവെക്കൽ, ഷെയറിങ് ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അമ്മ പറയാറുണ്ട്, പണ്ട് കാലത്ത് ദമയന്തിയമ്മ, അമ്മയുടെ അമ്മ ദമയന്തിയമ്മ അവിടെ ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിസരങ്ങളിൽ ആരെങ്കിലും പട്ടിണിക്കാരുണ്ടെങ്കിൽ വിളിച്ചു കൊടുക്കുമായിരുന്നു. അവർക്ക് ആദ്യം കൊടുക്കും, എന്നിട്ട് വീട്ടിലുള്ളവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സങ്കല്പം അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ. അമ്മയുടെ അമ്മ ചെയ്തതാണ്. മാത്രമല്ല പല കാര്യങ്ങളും അമ്മ പഠിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ശിക്ഷണം എവിടെയാണ് കൊടുക്കുന്നത്? എല്ലാത്തിനെയും, ഈ ലോകത്തെ മുഴുവൻ ഒരു കണ്ണിലൂടെ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തക്തേന ഭുഞ്ചീത മാ കൃതക്കസ്യ സിദ്ധനം എന്ന് പഠിപ്പിച്ചു നമ്മൾ. ഇവിടെ ഈശ്വരനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്, എല്ലാം ഈശ്വരനാൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം എല്ലാത്തിലും ഈശ്വരൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വരനല്ലേ? അതെ, നിങ്ങൾ ഈശ്വരനാണ്. ഞാൻ ഈശ്വരനാണോ? ഞാൻ ഈശ്വരനാണ്. നിങ്ങൾ ഈശ്വരനാണ്. എല്ലാവരിലും ഇരിക്കുന്നതെല്ലാം ഈശ്വരനാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറഞ്ഞത്, തൂണിലും തുരുമ്പിലും സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് എൻ്റെ അച്ഛ, എൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞു പ്രഹ്ലാദൻ. ഇതാണ് നമ്മുടെ സംസ്കാരം, അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് തത്വമസി ശബരിമലയിൽ എഴുതി വെച്ചത്. നീ ആ തത്വം തന്നെയാകുന്നു, ആ പരമസത്യം തന്നെയാകുന്നു, ആ പരമപൊരുൾ തന്നെയാകുന്നു എന്ന് പഠിപ്പിക്കാനാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് ഞാൻ അറിയുമ്പോൾ നീ ആരാണെന്ന് ഞാൻ അറിയുന്നു. ഞാനും നീയും ഒന്നാണെന്നറിയുമ്പോൾ എനിക്ക് അന്യനായിട്ടൊന്നും ഇല്ലാതെയാകുന്നു. ഇതാണ് ഭാരതീയ സംസ്കാരം. സൃഷ്ടിയായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും സൃഷ്ടികർത്താവായതും നീ തന്നെ എന്നാണ് നാരായണ ഗുരുദേവൻ പഠിപ്പിച്ചത്. അപ്പൊ നോക്കുക, ഇത് നമ്മുടെ അദ്വൈത സിദ്ധാന്തമാണ്. അദ്വൈത സിദ്ധാന്തം തന്നെയാണ് അത്. മഹാത്മാക്കൾ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത്തരം അമ്മ പറയാറുണ്ട്, അമ്മയുടെ കോളേജിൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾ, അവർ പലപ്പോഴും കുട്ടികൾക്ക് വീട്ടിലെ പ്രയാസങ്ങൾ അറിയില്ല, അച്ഛൻ്റെ അമ്മയുടെ സങ്കടങ്ങൾ അറിയില്ല, അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് അറിയില്ല. ഇതൊന്നും അറിയാതെ വളർത്തുന്ന കുട്ടികൾ വഴിപിഴച്ചു പോകുന്നു എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കണം, അവരുടെ കഷ്ടപ്പാട് എന്തെന്ന് മനസ്സിലാക്കണം. അവൻ അത് മനസ്സിലാക്കാൻ തുടങ്ങിയാലേ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെ മനസ്സിലാക്കാനുള്ള കഴിവ് അവനുണ്ടാകുകയുള്ളൂ. അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളെ അമ്മ ഈ ഗ്രാമപ്രദേശങ്ങളിൽ അയച്ചു. അമ്മ 108 ഗ്രാമങ്ങൾ എടുത്തിരുന്നു. ആ 108 ഗ്രാമങ്ങളിലേക്ക് കുട്ടികളെ, അവിടെ പഠിക്കുന്ന സർവകലാശാലയിൽ പഠിക്കുന്ന കുട്ടികളെ ഒരാഴ്ച അല്ലെ 2 ആഴ്ച അവിടെ പോയി നിൽക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയുവാനും അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് കണ്ടെത്തിയിട്ട് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അമ്മ വിട്ടിരുന്നു. ഇവരെ ഗ്രാമങ്ങളിലൊക്കെ പോയി അവരോടൊപ്പം ജീവിച്ചു. ചില സ്ഥലത്ത് കഷ്ടപ്പാട്, ഒരു നേരത്തെ അന്നത്തിന് പോലും ബുദ്ധിമുട്ടുന്നവര്, ഉണക്കച്ചപ്പാത്തി മാത്രം കഴിച്ചിട്ട് കറി പോലും ഇല്ലാതെ കൂട്ടുന്നവര്, വളരെ കഷ്ടപ്പാടോടുകൂടി ജീവിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് ജന്തുക്കളെ പിടിച്ചു നിന്ന് ജീവിക്കുന്നവരുണ്ടായിരുന്നു. ഈ എലിയെ പോലെ, ഈ എലിയൊക്കെ അല്ലോ, അതിനെയൊക്കെ പിടിച്ചു നിന്ന് ജീവിക്കാൻ ഒന്നും കിട്ടാഞ്ഞിട്ട് ജീവിക്കുന്നവരുണ്ടായിരുന്നു. അപ്പം ഇവരെ ഈ സങ്കടമൊക്കെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു ലോകമുണ്ട് നമ്മുടെ ചുറ്റിലും. പട്ടിണി കിടക്കുന്നവരുടെ ലോകം, വിശക്കുന്നവരുടെ ഒരു ലോകം, കണ്ണീര് ഒഴുകുന്നവരുടെ ഒരു ലോകം നമ്മുടെ ചുറ്റിനും ഉണ്ടെന്ന് ഈ കുട്ടികൾ മനസ്സിലാക്കുകയാണ്. ആലോചിച്ച് നോക്കുക. തിരിച്ച് അവർ പലരും വന്നിട്ട് അവരുടെ മനസ്സ് തന്നെ മാറി. അവരുടെ അച്ഛൻ്റെയും അമ്മയുടെ ദുഃഖം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളെ മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു വീട്ടിൽ ഒന്ന് വെള്ളം കുടിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടിയിട്ട് വേണം വെള്ളം എടുത്തുകൊണ്ട് വരായിരുന്നു. പൈപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പൈപ്പിൽ പോയിട്ട് വെള്ളം അത് ചുമന്നുകൊണ്ട് വരണം വീടുകളിലേക്ക്. നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ? നമ്മുടെ സമൂഹം
ഒന്നും അറിയുന്നില്ല. കറണ്ടില്ലാത്ത വീടുകൾ, ഇഷ്ടംപോലെ കറണ്ടില്ലാത്ത വീടുകളുണ്ടായിരുന്നു. അപ്പം ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ ഉള്ള ഒരു ലോകം നമ്മുടെ ചുറ്റിലും ഉണ്ടെന്ന് നമ്മളുടെ കുട്ടികൾക്ക് അറിയുന്നില്ല. ജപ്പാനിലെ കുട്ടികളെ സ്വയം മനസ്സിലാക്കാൻ വേണ്ടി അവർ വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾ ക്ലാസ്സിൽ പോകുമ്പോൾ അവരുടെ അച്ഛനമ്മമാർ കഷ്ടപ്പെടുന്നത്, തോളിൽ വലിയ ചുമടുകൾ ചുമക്കുന്നത്, അല്ലെങ്കിൽ അവർ വേർത്തൊലിക്കുന്നത്, അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നത്, ഇതെല്ലാം കുട്ടികൾ വീഡിയോ കണ്ടിട്ട് അവരെല്ലാം കരഞ്ഞു പോവുകയും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇത്ര കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്തു. കാരണം ഇതും പഠനമാണ്. നമ്മൾ ഈ പുസ്തകപ്പുഴുവായിട്ട് മാറ്റലല്ല പഠനം. ഒരാളെ പുസ്തകപ്പുഴുവായിട്ട് മാറ്റിയെടുക്കുന്നതല്ല വിദ്യാഭ്യാസം. ഈ ലോകത്തെ, ഈ പ്രകൃതിയെ മനസ്സിലാക്കി ഈ പ്രകൃതിയോടൊപ്പം ജീവിച്ച് മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ലോകത്ത് ജീവിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ മനുഷ്യന്മാരായി തീരുന്നത്. ഈ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ, മനുഷ്യൻ. അതുകൊണ്ടാണ് അലക്സിസ് കാരൻ, നോബൽ സമ്മാന ജേതാവായ അലക്സിസ് കാരൻ പറഞ്ഞു, ഭൂമിയുടെ ക്യാൻസറാണ് മനുഷ്യൻ. ഭൂമിയുടെ ക്യാൻസർ. ഈ ക്യാൻസർ വേഗം പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ അത് 4th സ്റ്റേജിലെത്തിയാൽ രക്ഷിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ സമൂഹം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി. ആരാ ഇതിന്റെ കാരണക്കാര്? പ്രകൃതിയെ നമ്മൾ കുറ്റം പറയരുത്. ഈ പ്രകൃതിക്കൊരു മനസ്സുണ്ട്, മലയ്ക്കൊരു മനസ്സുണ്ട്, മണ്ണിനൊരു മനസ്സുണ്ട്, നദിക്കൊരു മനസ്സുണ്ട്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കൊരു മനസ്സുണ്ട്. ഈ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയായികയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അപചയം. അവന്റെ ദുര്യോഗം അവിടെയാണ്. അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മലയെ അവൻ ഇടിച്ച് തകർത്തു. JCB പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന്, ക്രഷറുകൾ കൊണ്ടുവന്ന് അതിലേക്ക് പൊടിച്ച് ഈ പാറക്കല്ലുകളെ പൊടിച്ചെടുത്തു. അടിവാരം മുഴുവൻ തകർത്തു. മലയിടിഞ്ഞു വീണു. വൃക്ഷങ്ങൾ തകർന്നു വീണു. വെട്ടിമാറ്റി പലരും. വൃക്ഷങ്ങൾ എത്ര കോടാനുകൂടി വൃക്ഷങ്ങൾ നമ്മുടെ സ്വാർത്ഥത വെച്ചുകൊണ്ട്. പണ്ടുള്ളവര് ഒരു വൃക്ഷം വെട്ടുമ്പോൾ അതിനോട് ക്ഷമ ചോദിച്ചിരുന്നു, അതിനോട് മാപ്പി ചോദിച്ചിരുന്നു. ഒരു വൃക്ഷങ്ങളെ അതിനെ ആശ്രയിച്ചുകൊണ്ട് എത്രയോ ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് എത്രയോ ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. അത് ഭൂമിയെ നിലനിർത്തുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ഈ വൃക്ഷം ചെയ്യുന്നുണ്ട്. ഒരു വൃക്ഷത്തിൻ്റെ പ്രയോജനം പോലെ ഇന്ന് മനുഷ്യനെ കൊണ്ട് ഉണ്ടോ എന്ന് സംശയമാണ് പലപ്പോഴും. ഒരു വൃക്ഷം, ഒരു സന്താനം ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കലാണ് എന്ന് തോന്നുന്ന വിധത്തിൽ ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു 50 വർഷം മനുഷ്യൻ ഈ ഭൂമിയിലില്ലെങ്കിൽ ഈ ഭൂമിയിൽ സർവ്വജീവജാലങ്ങളും അങ്ങനെ തഴച്ചു വളരുമെന്നാണ്. കാടുകളും വൃക്ഷങ്ങളും പക്ഷികളും മൃഗങ്ങളും എല്ലാം തഴച്ചു വളരും. പക്ഷെ മനുഷ്യൻ 50 വർഷം ഇനി ജീവിച്ചാൽ ഇവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് സംശയമാകും. കാരണം അവൻ തകർക്കും. അവൻ മല തകർക്കും, പുഴ തകർക്കും, മണ്ണെടുക്കും, ഊറ്റിയെടുക്കും, ഇതിനെല്ലാം നശിപ്പിക്കും. അവൻ്റെ വിഷം പച്ചക്കറികളിൽ പോലും വിഷം കലർത്തിയിരിക്കുകയാണ് അവൻ കഴിക്കുന്ന. കണ്ടുകാലത്ത് ചെറിയ തക്കാളി, ഇന്ന് വലിയ തക്കാളി കിട്ടും, പക്ഷെ അതിനകത്ത് നിറച്ച് വിഷമാണ്. ഒരു മത്തങ്ങ മേടിച്ചാൽ അതിൽ പോലും വിഷമാണ്. ഒരു ഓറഞ്ച് മേടിച്ചാൽ അതിൽ പോലും വിഷമാണ്. കഴിക്കാൻ പറ്റില്ല. നമ്മളെ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ പിടിപ്പിക്കുന്ന രീതിയിൽ മനുഷ്യൻ സർവാംഗേ ദുർജനോ വിഷം തക്ഷകസ്യ വിഷം ദന്തേ മക്ഷികായാഹ വിഷം ശിരഃ എന്ന് പറഞ്ഞിട്ട് പറയാണ്, സർവാംഗേ ദുർജനോ വിഷം. ഈച്ചയുടെ വിഷം അതിൻ്റെ തലയിലാണ്, പാമ്പിൻ്റെ വിഷം അതിൻ്റെ പല്ലിലാണ്. അതുപോലെ വൃശ്ചികസ്യ വിഷം പുച്ഛേ, തേളിൻ്റെ വിഷം അതിൻ്റെ വാലിലാണ്. പക്ഷേ ഒരു ദുർജനത്തിൻ്റെ വിഷം എന്ന് പറയുന്നത് അവൻ്റെ സർവ്വ അംഗങ്ങളിലുമാണ്. അവൻ്റെ നോട്ടത്തിൽ പോലും വിഷമാണ്. അവൻ നോക്കുന്ന അങ്ങനെയല്ല. പണ്ടുകാലത്ത് ഒരു സ്ത്രീയെ മാംസപിണ്ഡമായിട്ടല്ല കാണേണ്ടത്. പണ്ടുകാലത്ത് ദേവിയായിട്ട് കാണാൻ പഠിപ്പിച്ചിരുന്നു. നവരാത്രി കാലഘട്ടങ്ങളിൽ 2 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കന്യകമാരെ ദേവിയുടെ പീഠം ഒരുക്കി വെച്ചിട്ട് അതിലിരുത്തിയിട്ട്, ഒരു ദേവിക്ക് എങ്ങനെയാണോ നമ്മൾ സർവാഭരണങ്ങൾ അണിയിച്ച് പൂജിക്കുന്നത്, നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കടന്നു വരും, അതുപോലെ സർവാഭരണങ്ങൾ അണിയിച്ച് ഈ കന്യകമാർക്ക് ഇതെല്ലാം കിരീടം വരെ വെച്ചു കൊടുത്ത് അവർക്കെല്ലാം നിവേദ്യം വരെ മുന്നിൽ വെച്ച് അവരെ പൂജിച്ച് ആരാധിക്കുന്ന ഒരു ചടങ്ങ്, അവരെ നമസ്കരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളെ എങ്ങനെ വേണം കാണാൻ, ഒരു പെൺകുട്ടിയെ എങ്ങനെ വേണം കാണാൻ എന്ന് പഠിപ്പിക്കുന്നത്. ആ പെൺകുട്ടിയെ കാണേണ്ട ദേവിയായിട്ടാണ്. പണ്ടുകാലത്ത് അങ്ങനെയാണ്. ഭർത്താവിനെ ദേവനായിട്ടും ഭാര്യയെ ദേവിയായിട്ടും കാണുമായിരുന്നു. അടിമത്വമൊന്നും അവിടെ ഇല്ലായിരുന്നു. ഇവിടെ നമ്മൾ പറയുന്ന പോലെ അടിമത്വം അല്ലായിരുന്നു. അത് പരസ്പരം സഹകരിച്ചു പോകുന്ന യജ്ഞസങ്കല്പമാണ്. യജ്ഞത്തിൽ പുരുഷനും സ്ത്രീക്കും തുല്യസ്ഥാനമാണ് ഇവിടെ കൊടുത്തത്. ഒരു പക്ഷേ ലോകത്തിൽ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു നാടുണ്ടെങ്കിൽ ഇത് ഭാരതമാണ്. യാതൊരു സംശയമില്ല.
ശിവൻ പോലും ചലിക്കുവാൻ ശക്തനാകുന്നത് ശങ്കരാചാര്യ എഴുതിച്ച ശക്തിയുണ്ടെങ്കിലേ ഉള്ളൂ, ശക്തിയുണ്ടെങ്കിലേ ഉള്ളൂ. ശിവശക്തിയാ യുക്തോ യദി ഭവതി ശക്ത പ്രഭവിതം നചേദേവം ദേവോ നകലു കുശലഹ സ്പന്ദിതുമപി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൗന്ദര്യലഹരി എഴുതുന്നുണ്ട്. അപ്പൊ ശിവനെ പോലും ചലിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം. അതുകൊണ്ടാണ് ലക്ഷ്മി നാരായണൻ, പാർവതി പരമേശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീക്കൊരു സ്ഥാനം മുൻപിൽ കൊടുത്ത ഒരു നാടാണ് ഈ ഭാരതം. അതുകൊണ്ടാണ് അത്രയും ശാലീനത പിന്നിട്ട ഒരു സ്ത്രീയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ചാരിത്ര ശുദ്ധിയുള്ള ജനങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത്, നമ്മുടെ ഐശ്വര്യം, നമ്മുടെ അഭിവൃദ്ധി. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ലോകത്തെ ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ സാധിക്കുള്ളൂ. കൃണ്ണന്തോ വിശ്വമാര്യം എന്ന് പറഞ്ഞത് വെറുതെയല്ല. സ്ത്രീകൾ ചാരിത്രവതികളാകുമ്പോൾ, പരിശുദ്ധകളാകുമ്പോൾ ഇന്ന് എന്തുകൊണ്ട് ക്രിമിനൽസ് ഇത്രയും അധികം ഉണ്ടാകുന്നു? നമ്മുടെ സ്ത്രീകൾ ദുഷിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇത്രയും ദുര്യോധനന്മാരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ക്രിമിനൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, മയക്കുമരുന്നിൻ്റെ അടിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവനെ നേരെ ചൊവ്വയെ നയിക്കുവാൻ കണ്ണ് മൂടിക്കെട്ടി നടക്കുന്ന ഗാന്ധാരിമാരെ അല്ല നമുക്ക് ആവശ്യം. കണ്ണ് തുറന്നു വെച്ച് മക്കളെ നേർവഴിക്ക് നയിക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയുമാണ് ഈ സമൂഹത്തിൽ നമ്മൾ സംഭാവന കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ മാത്രമേ നമുക്ക് ഈ ലോകത്തെ സുന്ദരമാക്കി നമുക്ക് തീർക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ വരുന്ന തലമുറയോട് നമുക്ക് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ആത്മീയ മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. പണ്ട് മുലപ്പാൽ ഊട്ടുമ്പോൾ ഋഗ്വേദ യജുർവേദ മന്ത്രങ്ങൾ പോലും ജപിച്ചിരുന്നു അമ്മമാര്, മുലപ്പാൽ ഊട്ടുന്ന സമയത്ത് പോലും. കാരണം അവൻ്റെ ഉള്ളിൽ ഒരു ചീത്ത ചിന്ത പോലും കടന്നു കൂടരുത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടാണ്. പണ്ടുകാലത്ത് അങ്ങനെയാ, കുളിക്കുമ്പോൾ മന്ത്രം, പൊട്ടുവിടുമ്പോൾ മന്ത്രം, വസ്ത്രം ഉടുക്കുമ്പോൾ മന്ത്രം, രാവിലെ എഴുന്നേറ്റാൽ മന്ത്രം, കൈകൾ നോക്കി സ്തുതിക്കുന്നത് ദേവീ സങ്കല്പങ്ങളെ. അതുപോലെ അങ്ങനെ സ്തുതിച്ചിട്ടാണ് ഭൂമിയെ തൊട്ട് നമസ്കരിച്ച് മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യാഹ എന്ന വേദമന്ത്രം ഋഗ്വേദ മന്ത്രമാണ്. ഇതെൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയാണെന്ന് പറയുന്ന ഒരു സങ്കല്പം, ആ അമ്മയോടുള്ള ഒരു വികാര വായ്പ്, ആ സ്നേഹം ഈ അമ്മയെ നശിപ്പിക്കലല്ല. ഇന്ന് മഴുകൊണ്ടുണ്ടായൊരു നാടിത് മഴുകൊണ്ടില്ലാതാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാണ്, മഴുകൊണ്ടുണ്ടായൊരു നാടിത് മഴുകൊണ്ടില്ലാതാകുന്നു. മഴുകൊണ്ട് ഇത് നശിപ്പിച്ചുകൊണ്ട് നമ്മൾ വെട്ടി വെട്ടി നശിപ്പിക്കുകയാണ്. ഈ ഭൂമിയെ വെട്ടി വെട്ടി നശിപ്പിക്കാതെ നമ്മൾ കുട്ടിക്കാലത്ത്, പണ്ട് കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, മുത്തശ്ശിമാരൊക്കെ തുളസിച്ചെടിയോ അല്ലെ കൂവളമൊക്കെ ഉണ്ട്, അതിനൊക്കെ വെള്ളമൊഴിച്ച് രാവിലെ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈറനെടുത്ത് വന്ന് അതിന് വെള്ളമൊഴിച്ച്, പക്ഷി, ഒരു മനുഷ്യന് ഒരു വൃക്ഷം, പക്ഷി, മൃഗം ഇതെല്ലാം ആരാധ്യങ്ങളാണെന്ന് പഠിപ്പിച്ചിരുന്ന നാടാണ്. 27 നക്ഷത്രങ്ങളിലാണ് നമ്മൾ ജനിക്കുന്നതെങ്കിൽ 27 നക്ഷത്രക്കാർക്കൊരു പശു, ഒരു മൃഗമുണ്ട്, അതുപോലെ ഒരു പക്ഷിയുണ്ട്, ഒരു വൃക്ഷമുണ്ട്. അങ്ങനെ ഈ പ്രകൃതിയെ മുഴുവൻ സ്നേഹിക്കാൻ പഠിപ്പിച്ച പ്രകൃതിയാണ് ഭാരതത്തിൻ്റെ. അങ്ങനെയുള്ള ആ ഒരു സംസ്കൃതിയെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഇതൊരു ശവപ്പറമ്പായി പോകും. നാളെ ഇത് ഈ മരുപ്പച്ചകൾ നശിച്ചു പോകും, നാളെ ഇത് മരുപ്പച്ചകൾ ഇല്ലാതെയായി മരുഭൂമിയായി മാറും. അത് മാറാൻ നമ്മൾ അനുവദിക്കരുത്. അധർമ്മം കാണുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതാണ് ഏറ്റവും വലിയ അധർമ്മമെന്ന് അമ്മ പറയാറുണ്ട്. അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, അധർമ്മം കാണുമ്പോൾ ആ കയ്യും കെട്ടി. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്നൊരു കുട്ടി, ഇച്ചിരി മുതിർന്ന കുട്ടിയാ, 8-9 വയസ്സുള്ളൊരു കുട്ടി വന്ന് മൂത്രം ഒഴിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഈ അമ്മ കൈപിടിച്ച് നിൽക്കുക, അവൻ ഒഴിച്ചോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ആരോ എന്ന് ചോദിച്ചു, ഇങ്ങനെയാണോ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നത്? നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ അവിടെ മൂത്രം ഒഴിക്കാൻ പാടില്ല? അവൻ ചെറിയ കുട്ടിയല്ലേ, മൂത്രം ഒഴിക്കേണ്ട സ്ഥലം എവിടെയാണ്? വീട്ടിലാരെങ്കിലും ടോയ്ലറ്റിൽ കയറി ഭക്ഷണം കഴിക്കുമോ? ഡൈനിങ് ഹാൾ അതിന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഡൈനിങ് ഹാളിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അല്ല ടോയ്ലറ്റിനകത്തല്ല. എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഈ മുടിയിരിക്കേണ്ടത് തലയിലാണ്. ആ തലയിലിരിക്കേണ്ട മുടി നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലിയിൽ വന്ന് വീണാൽ എങ്ങനെ ഉണ്ടാവും? ചോറിൽ വന്ന്, നല്ല ചുരുളം മുടിയാണ്, ഭംഗിയുള്ള മുടിയാണ്, അതുകൊണ്ട് കഴിച്ചേക്കാമെന്ന് വിചാരിക്കുമോ? ഇല്ല. ചെരുപ്പ് കാൽ കിടക്കുന്ന ചെരുപ്പെടുത്ത് തലയിൽ വെച്ച് കിടന്നാലോ അവനെ ഭ്രാന്തനെന്ന് നമ്മൾ വിളിക്കും. എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട്. ഓരോന്നിനും അതിൻ്റെ സ്ഥാനം മനസ്സിലാക്കി നമ്മൾ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പൂജിക്കുകയും വന്ദിക്കുകയും പരസ്പരം ആദരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കൃതിയിലേക്ക് നമ്മൾ തിരിച്ചു വന്നേ പറ്റൂ. അല്ലെങ്കിൽ ഈ പ്രകൃതി അത് മാറ്റും, അത് അതിഭീകരമായിരിക്കും അതിൻ്റെ അനന്തരഫലങ്ങൾ.
പ്രകൃതിക്ക് ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ഏത് ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. പ്രകൃതി ക്ഷമിക്കുന്നു, അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പ്രകൃതിയുടെ ക്ഷമ ഒരു നിമിഷം വിട്ടാൽ ഒരു സുനാമി വന്ന ഒരു പുഴു പോലും ഇവിടെ ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ നമിക്കണം, ഈ പ്രകൃതി ശക്തിയെ വന്ദിക്കണം, അതിനെ ഓർക്കണം. എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുവാനും വന്ദിക്കുവാനും പഠിപ്പിക്കുന്ന ആ സംസ്കൃതിയെയും ആ പഠിപ്പിച്ച ഋഷീശ്വരന്മാരെയും നമ്മൾ പഞ്ചയജ്ഞങ്ങൾ മറന്നുപോയതാണ് നമ്മുടെ പ്രശ്നം. പഞ്ചയജ്ഞങ്ങൾ ഞാൻ ചുരുക്കി പറയാം: ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, ഭൂതയജ്ഞം. ഇങ്ങനെയാണ് പഞ്ചയജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒന്നുമല്ല, നമ്മൾ കുറഞ്ഞ പക്ഷം രാമായണം, മഹാഭാരതം ഇതൊക്കെ എടുത്ത് വായിക്കുകയും ഋഷിമാരോട് നമ്മൾ നന്ദി കാണിക്കുക. അവരോട് നമുക്ക് ജീവിതം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചവരാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഉപജീവനമല്ല പഠിപ്പിച്ചത്, ഉപജീവനവും അവർ പഠിപ്പിച്ചു. ഒപ്പം തന്നെ ജീവിതം എന്താണെന്നും പഠിപ്പിച്ചു. എങ്ങനെ ജീവിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷത്തോടും ശാന്തിയോടും കൂടി ജീവിക്കാൻ സാധിക്കുന്നതെന്ന് പഠിപ്പിച്ചവരാണ് അവർ. അങ്ങനെ ഋഷിമാരോടുള്ള കടപ്പാട് പാലിക്കുന്നതാണ്. അത് വായിക്കുകയും പഠിക്കുകയും നമ്മുടെ അനന്തര തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ബ്രഹ്മയജ്ഞം. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ഹോമാദികളാണ് ദേവയജ്ഞം. നമ്മൾ അർച്ചന ചെയ്യുന്ന അർച്ചന, അതുപോലെ ഹോമങ്ങൾ, പൂജകൾ, ഇതെല്ലാം ദേവാർച്ചനയിൽ വരുന്നതാണ്. അപ്പോൾ ദേവവന്ദനത്തിൽ വരുന്നതാണ്. അങ്ങനെ ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം. മാതാപിതാക്കന്മാരെ വിഷമിപ്പിക്കരുത്, അവരുടെ കണ്ണീര് വീഴരുത്, അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കണം, അവരുടെ ഭദ്രത നോക്കണം. അവർക്ക് അന്നത്തിനും വസ്ത്രത്തിനും ബുദ്ധിമുട്ടുണ്ടാകാതെ അവരെ സംരക്ഷിക്കേണ്ട ചുമതല മക്കൾക്കുണ്ട്. അതുകൊണ്ട് അവരെ അതിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഓർക്കുക. അവരെ മരിച്ച ശേഷവും പോലും ഓർക്കുന്നവരാണ് നമ്മൾ. ബലികർമാദികൾ, അതും ഭൂതങ്ങൾക്ക് ബലി നൽകിക്കൊണ്ട്, അതും മറ്റു ജീവജാലങ്ങൾക്ക് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിനെപ്പോലും നമ്മൾ തർപ്പണമായിട്ടും തൃപ്തി വരുത്തുന്ന കർമ്മങ്ങളായിട്ട്, അല്ലെ ശ്രദ്ധയോടുകൂടിയ ശ്രാദ്ധ കർമ്മങ്ങളായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം. മനുഷ്യനോടുള്ള കഷ്ടപ്പാടുകൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുക. പിശുക്കി വെക്കരുത്, കൂട്ടി വെക്കരുത്, കൊടുക്കാൻ സാധിക്കുക. താ എന്നല്ല, താങ്ക് യു എന്ന് പറയുവാൻ, കൊടുക്കുവാൻ സാധിക്കുന്ന ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ പഠിച്ചിരിക്കണം. നൃയജ്ഞം, പിന്നെ ഭൂതയജ്ഞം. നമ്മളെ ഭൂതയജ്ഞം വെച്ചാൽ മിണ്ടാപ്രാണികൾ, അവയ്ക്ക് ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ അലഞ്ഞു നടന്ന പട്ടിയും പൂച്ചയ്ക്കൊക്കെ അവർക്ക് കിട്ടിയ പങ്കിൽ നിന്ന് അതിന് വാങ്ങിച്ച്, അതിൽ നിന്ന് പുല്ലും അതിന് വേണ്ട ആഹാരങ്ങളൊക്കെ വാങ്ങിച്ച് ആ മൃഗങ്ങൾക്ക് പോലും അവർ കൊടുത്തു എന്നാണ്. അപ്പോൾ ആ ഒരു സംസ്കാരം നമ്മുടെ, അപ്പോൾ എല്ലാത്തിനും നിലനിർത്തുന്ന ഒരു സംസ്കാരം, ഈ പ്രകൃതിയെ മുഴുവൻ നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയും. ഇത് നിത്യം ചെയ്യേണ്ട യജ്ഞങ്ങളിൽ വരുന്നതാണ്. അവനാണ് ഹിന്ദു, അല്ലെങ്കിൽ അവനെയാണ് നമ്മൾ സംസ്കാര സമ്പന്നൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാംസ്കാരികമായ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നല്ല ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കൃണ്ണന്തോ വിശ്വമാര്യം ഈ ലോകത്തെ ശ്രേഷ്ഠമാക്കി തീർക്കുന്ന മഹത്തായ കർമ്മങ്ങൾക്ക് ഉടമകളായിട്ട് നമുക്ക് മാറുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മുമ്പിൽ സമർപ്പിക്കുന്നു. നന്ദി. നമഃശിവായ.